ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മധുശ്രീയൊക്കെ വന്നിട്ട് വിഷ്ണുവിൻ്റെ പെണ്ണ് വേറൊരുത്തി വന്നല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല, ആ ശാലിനിയെ കെട്ടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ആശ്വാസത്തോടു കൂടി മധുശ്രീ അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശാലിനി വിഷ്ണുവിനെ കാണാൻ വരികയാണ്. അങ്ങനെ വിഷ്ണുവിൻ്റെ മുന്നിൽ ശാലിനി കെഞ്ചിക്കരയാണ്, വിഷ്ണുവേട്ട എന്നാലും എന്നോട് ഈ ചതി ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ വിഷ്ണുവേട്ടന്, ഞാൻ അറിയുന്ന വിഷ്ണുവേട്ടന് ഒരിക്കലും ഒരു താലിക്ക് മുന്നിൽ താലി ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ വിഷ്ണുവേട്ടൻ എന്നെ കബളിപ്പിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ ശാലിനി തിരിച്ചും മറിച്ചും പറയുമ്പോൾ വിഷ്ണു ആണെങ്കിലോ ശാലിനി വന്നതായി നോക്ക് പോലും ചെയ്യില്ല കേട്ടോ. ശാലിനിയുടെ മുഖത്തോട്ടൊന്നും നോക്കില്ല. എന്നിട്ട് വിഷ്ണുവിനോട് ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ട എന്താ ഞാൻ പറയുന്നത് ഒന്നും കേൾക്കാത്ത, എൻ്റെ വിഷ്ണുവേട്ടൻ എന്താ ഞാൻ വിളിച്ചിട്ട് വിളി കേൾക്കാത്ത എന്നൊക്കെ പറയുമ്പോൾ എന്തെന്നെ പറഞ്ഞാലും ശാലിനിയുടെ മുഖത്തോട്ട് വിഷ്ണു നോക്കില്ല കേട്ടോ. ഇതേ സമയം കാർത്തികയുടെ തലയിലോട്ട് ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ സത്യഭാമ പറയും, മതിയടി നീ നിർത്ത്, ഇനി ഇത്രയും നേരം എൻ്റെ മകനെ നീട്ട് പീഡിപ്പിച്ചത് മതിയായി, മാനസിക പീഡനം അവന് കൊടുക്കേണ്ട, ഒരുപാട് കാലം നീ അത് കൊടുത്തല്ലോ, 6 വർഷത്തോളം എൻ്റെ കുഞ്ഞിനത് കൊടുത്തല്ലോ, ആരോടും പറയാതെ ഓരോ അർദ്ധരാത്രിയിൽ അങ്ങ് ഇറങ്ങിപ്പോയിട്ട് പിന്നീട് ഈ സമയം നീ ഒരു ഭർത്താവിനെയും കുഞ്ഞുമായി വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി പറയണേ എനിക്ക് ഭർത്താവില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു ഇടങ്കണ്ണിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശാലിനി ഇങ്ങനെ ഞാൻ നെഞ്ച് പൊട്ടിച്ചാവും, എൻ്റെ വിഷ്ണുവേട്ടൻ ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എൻ്റെ വിഷ്ണുവേട്ടനാണ് എനിക്ക് തണല്, എൻ്റെ വിഷ്ണുവേട്ടൻ അവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും മറ്റൊരുത്തിയുടെ ഭർത്താവാന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, വിഷ്ണുവേട്ട ഞാൻ മരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ നെഞ്ച് പൊടിയുന്നുണ്ട്. പക്ഷേ വിഷ്ണു ഒരിക്കലും തൻ്റെ ആ മനസ്സിലുള്ളത് അവളുടെ വായിൽ നിന്ന് തന്നെ എനിക്കത് പറഞ്ഞ് കേൾക്കണമെന്ന ആ ഒരു മനോഭാവത്തോടു കൂടി വിഷ്ണു ഇരിക്കൂട്ടെ. അവൾ എന്താണ് ആ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയണം. കാരണം ആ കുഞ്ഞ് ഞാൻ പ്രസവിച്ച കുഞ്ഞാണ്, എന്നിൽ നിന്ന് എന്ത് സത്യമാണ് മറച്ചു വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെ വിഷ്ണു അവിടെ പിടിച്ച് കടിച്ചമർത്തി നിൽക്കുകയാണ്. തൻ്റെ ശാലിനി കരയുമ്പോൾ നെഞ്ചിൽ നിന്ന് ചോര പൊടിയുന്നത് പോലെ ഇങ്ങനെ പൊടിയുന്നുണ്ട് വിഷ്ണുവിന്. പക്ഷേ കാർത്തികക്ക് പേടി വരികയാണ്. ഈശ്വര, ഇനിയിപ്പോൾ വിഷ്ണു എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് ശാലിനിയുടെ കരച്ചിൽ കണ്ട കാർത്തി ഇങ്ങനെ പേടിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ കാർത്തി ഇങ്ങനെ പതുക്കെ വിഷ്ണുവിൻ്റെ കൈകൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശാലിനിക്ക് വളരെ സങ്കടമാണ്. പക്ഷേ കാർത്തി പിടിക്കുന്നത് അതൊന്നുമല്ല, കാരണം വിഷ്ണു പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ശാലിനി കരയല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഓടിച്ചെല്ലുമോ എന്ന പേടി കൊണ്ടാണ് കേട്ടോ. അങ്ങനെ എൻ്റെ വിഷ്ണുവേട്ടൻ ഇങ്ങനെ ചെയ്യുന്ന പ്രതീക്ഷയിൽ ഇതൊക്കെ ഞാൻ ചെയ്തത് എൻ്റെ വിഷ്ണുവേട്ടന് വേണ്ടിയിട്ടാണ്, എൻ്റെ വിഷ്ണുവേട്ടനും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യഭാമ പറയാണ്, എടി നീ അത് ചെയ്തത് ഒരു ഭർത്താവിനെ കൊണ്ടുവന്നത്, ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നതൊക്കെ വിഷ്ണുവിനെ വേണ്ടിയിട്ടാണില്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി. മതിയടി നിർത്തിടി, 6 കൊല്ലം നീ എന്ന ഭ്രമത്തിൽ നടന്നിരുന്ന എൻ്റെ മകൻ ഇന്നത് തെറ്റിദ്ധരുത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഇനി കൂടുതലായി നീ ഇവിടെ നിന്ന് ചിലക്കണ്ട, പോയിക്കോ എന്ന് പറയുമ്പോൾ സത്യമേ എൻ്റെ വിഷ്ണുവേട്ടനെ എനിക്ക് വിട്ടു പോകാൻ കഴിയില്ല, എൻ്റെ വിഷ്ണുവേട്ടൻ എന്നോട് ഒരു വാക്ക് പറയണം, ഒന്ന് നോക്കണം എന്നൊക്കെ ശാലിനി പറയുമ്പോൾ അവിടെ ഒരു അക്ഷരം മിണ്ടില്ല കേട്ടോ. വിഷ്ണുവിനോട് തിരിച്ചൊരക്ഷരം മിണ്ടില്ല ശാലിനി. വിഷ്ണു ശാലിനിയോട് ഒരക്ഷരം മിണ്ടില്ല കേട്ടോ. ഇതൊക്കെ കാണുന്ന എല്ലാവർക്കും സങ്കടമാവണേ. രാഘവന് ഇവിടെ മോനെ എന്ന് പറഞ്ഞിട്ട് 2 കൊടുക്കാനൊക്കെ രാഘവന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം വിഷ്ണുവിൻ്റെ അഹങ്കാരഭാവം, സത്യഭാമയുടെ അതേ ഭാവമാണ് വിഷ്ണു കാണിക്കുന്നത്. പക്ഷേ വിഷ്ണു ചെയ്യുന്ന മറ്റുള്ളതിനാണെന്ന് ആർക്കറിയില്ലല്ലോ. അങ്ങനെ രാഘവനും ശ്യാമക്കും ഈ പറയുന്ന പൊന്നിക്കും പിള്ളക്കൊക്കെ വിഷ്ണുവിനോട് ദേഷ്യം തോന്നുന്നുണ്ട്. എത്രയും വൃത്തികെട്ടവനായ വിഷ്ണു എന്നുള്ള ആ ഭാവത്തിൽ. കാര്യം എന്ത് പറഞ്ഞാലും ശാലിനിയുടെ കൂടെ ജീവിച്ചിട്ടില്ലെങ്കിലും ശാലിനിയുടെ കൂടെ ഒരു റൂമിൽ കഴിഞ്ഞ വിഷ്ണു ശാലിനി ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്, സത്യാമ്മ എൻ്റെ മോനിങ്ങനെ പറയുന്നത് കേൾക്കുന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും സത്യാമ്മ കേൾക്കില്ല. ശരി, ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങളുടെ മകളോട്. നിങ്ങളുടെ മകളെ എന്തായാലും തെറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ മകൾ, പക്ഷെ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഭർത്താവില്ലെന്ന് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. പക്ഷേ ആ കുഞ്ഞാര്? ആ കുഞ്ഞ് വെറുതെ പൊട്ടിമുളച്ചുണ്ടാവുന്ന കുഞ്ഞൊന്നല്ലല്ലോ. ആ കുഞ്ഞിന് ഒരച്ഛനുണ്ടാവില്ലേ? ആ കുഞ്ഞിനെ പ്രസവിച്ച ഹോസ്പിറ്റൽ ഏത്? ആരാണ് ഹോസ്പിറ്റലിൽ പ്രസവം എടുത്തത്? എന്തൊക്കെ പറയുമ്പോൾ ആ ദിവസത്തെക്കുറിച്ച് ശാലിനിക്ക് ഉള്ളിൽ ഓർമ്മ വരാൻ കേട്ടോ. ഇതേ സമയം ശ്യാമൊന്ന് ഞെട്ടിപ്പോയി. ഈശ്വര, ഒരു റൂമിൻ്റെ ചുമരിൻ്റെ അകല വ്യത്യാസത്തിൽ 2 പേരും പ്രസവിച്ച് ആ കുഞ്ഞിനെ ജനറേറ്റർ വെച്ച് ഓഫ് ചെയ്ത് കൊണ്ടുവന്ന ആ രംഗങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. അപ്പോൾ ശ്യാമക്ക് ഇങ്ങനെ പേടി വരികയാണ്. ശ്യാമ ഇങ്ങനെ കണ്ണുകൾ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇതേ സമയം ശാലിനി ആണെങ്കിലോ ശ്യാമ പറഞ്ഞ ആ വാക്കിട്ട, കുഞ്ഞേച്ചി പിന്നെ എനിക്ക് ജീവിതമല്ല, എൻ്റെ ജീവിതം നഷ്ടപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ മരണത്തിലോട്ട് പോകും എന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ അത് വീണ്ടും ശാലിനിക്കുള്ളിൽ ഓർമ്മ വരണ്ട. ഇതേ സമയം സത്യം പറയും, ഇത് ചോദിച്ച അവളുടെ വായിൽ പഴം വിഴുങ്ങിയതുപോലെ പിന്നെ ഒന്നും മിണ്ടില്ല, പിന്നെ അക്ഷരമില്ല. അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. എന്താടി ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്ത? അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ വിഷ്ണുവിന് ദേഷ്യം പിടിക്കുന്നുണ്ട്. തൻ്റെ ഭാര്യ ഇങ്ങനെ അസഭ്യ വാക്കുകൾ പറയുമ്പോൾ ഇതിന് മറുപടി കൊടുക്കേണ്ടത് ഞാനല്ലല്ലോ, അവൾ തന്നെയാണ്. കാരണം ഒരു പെണ്ണിൻ്റെ മാനത്തെയാണ് സത്യാമ്മ പറയുന്നത്. ആർക്കും ഉണ്ടായ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നീ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നിട്ടും എൻ്റെ മകൻ നീ പിഴച്ചു പറ്റിട്ടും
എൻ്റെ മകൻ നിന്നെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ലടി. അപ്പോഴും വിഷ്ണുവിനെ ഇങ്ങനെ കൈത്തരിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു കൈത്തരിക്കെങ്കിലും കൂടി വിഷ്ണു അവിടെ തന്നെ ശാലിനിയുടെ മുഖത്തോട്ട് നോക്കില്ല. ഇതേ സമയം വീണ്ടും സത്യമ്മ പറയുന്നുണ്ടോ അതോ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ? മര്യാദക്ക് പറയടി, ആരാടി ആ കുഞ്ഞിൻ്റെ അച്ഛൻ, ആരാണ് ആ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ശാലിനിയുടെ ബോധം അങ്ങ് പോവാണിട്ടാ. ഇതേ സമയം ബോധം പോയി എല്ലാവരും ഓടി വരികയാണ്. പക്ഷേ വിഷ്ണു ഇളകില്ല. വിഷ്ണു അവിടെ ഇരുന്നോടത്ത് നീക്കുക പോലും ചെയ്യില്ല. വിഷ്ണു അതേ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം കാർത്തിയെ പോലെ ഒന്ന് ഓടി വരും. പക്ഷേ കാർത്തിക ഇങ്ങനെ ഓടി വന്നിട്ട് വെള്ളമൊക്കെ തെളിച്ച് കൊടുക്കും കേട്ടോ. ക്ഷാമൊക്കെ വന്ന് വെള്ളം തെളിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ തുടങ്ങി അവളുടെ അഭിനയം. കണ്ടില്ലേ, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടിയ അമ്മയും മക്കളും ചെയ്തു കൂട്ടുന്ന അഭിനയം എന്ന് സത്യമ്മ പറയാണ്. അപ്പോൾ രാഘവൻ ബാമേ നീ ചെയ്യുന്നത് കുറച്ച് കൂടുതലാണ്, ക്രൂരതയാണ്, നീ ഒന്ന് മിണ്ടാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ രാഘവൻ ഇങ്ങനെ സത്യമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ സത്യം ആ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കില്ല. സത്യം എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞും കൊണ്ടിരിക്കുക. അപ്പോൾ ശാലിനി കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണു ഇരിക്കുന്നതോട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കട്ടെ. ഇത് കാണുന്ന ശാലിനിയുടെ മനസ്സാണ് മരിക്കുകയാണ്. കാരണം താനൊന്ന് തളർന്നു വീണാൽ തൻ്റെ അടുത്തോട്ട് ഓടി വരാൻ വിഷ്ണു ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ തനിക്ക് വിഷ്ണു ഇല്ലല്ലോ, അത് തൻ്റെ വല്ലാത്തൊരു വേദനയാവാണ്. അങ്ങനെ ശാലിനി എന്ത് ചെയ്യാണ്, അവിടെ നിർത്തുകയാണ്, വിഷ്ണുവിനോടുള്ള സംസാരം നിർത്തുകയാണ്. ഒന്നും മിണ്ടാതെ ആകെ മരിച്ചതുപോലെ തൻ്റെ കൈകാലുകൾ ചലിക്കുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ തൻ്റെ മുന്നിൽ എന്ത്, താൻ എങ്ങോട്ട് പോകുന്നു എന്നാ ഒരു ഇതൊന്നുമില്ലാതെ ശാലിനി അവിടെ നിന്ന് പടിയിറങ്ങണം കേട്ടോ. ഇതേ സമയം വിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ തുള്ളികൾ വരുന്നുണ്ട്. പക്ഷേ വിഷ്ണു അത് ആരും കാണാതെ തുടയ്ക്കാണ്. തന്നെ ശാലിനി പോകുമ്പോൾ എടോ എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പിന്നെ കൈ പിടിക്കാൻ കേട്ടോ. അപ്പോൾ വിഷ്ണു അവിടെ നിൽക്കണ്. ഇതേ സമയം കാർത്തിക അകത്തോട്ട് പോവാണ്. എന്നാൽ വിഷ്ണുവിനാണെങ്കിൽ അത് ആലോചിച്ച് നിൽക്കുമ്പോൾ ക്ഷാമക്ക് അങ്ങ് കല്ലി അടങ്ങാണ് കേട്ടോ. ക്ഷാമക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഇത്രയും ക്രൂരനായ വിഷ്ണുവേട്ടനെ ഒരിക്കലും കണ്ടിട്ടില്ല. കാര്യം ഒരു വേറൊരുത്തിയുടെ ഭർത്താവാണെങ്കിലും കൂടിയിട്ട് ആദ്യത്തെ ഭാര്യയല്ലേ ശാലിനി, അവളോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒന്നൊരക്ഷരം മിണ്ടാതെ നിരുന്ന ആ വിഷ്ണുവിനുണ്ടല്ലോ, അങ്ങനെ ഒരു വിഷ്ണുവിനെ കണ്ടില്ലല്ലോ. അപ്പോൾ ശ്യാമ വന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ശ്യാമ വിഷ്ണുവിനോട് അങ്ങ് സംസാരിക്കുകയാണ്. വിഷ്ണുവേട്ടാ, എൻ്റെ കുഞ്ഞേച്ചി നിങ്ങളോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളെന്ന് മാത്രം ഓർത്ത് ജീവിച്ച ഒരാളാണ് എൻ്റെ കുഞ്ഞേച്ചി. ഇത്രയും കാലം എൻ്റെ കുഞ്ഞേച്ചി എല്ലാം മറന്ന് ജീവിച്ചത് നിങ്ങൾ കൊടുത്ത ആ ഓർമ്മകളിലൂടെ. അത് നിങ്ങൾ ആലോചിക്കണം. എന്തിനാണ് എൻ്റെ കുഞ്ഞേച്ചിയെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്, എന്തിനാണ് എൻ്റെ കുഞ്ഞേച്ചിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എൻ്റെ കുഞ്ഞേച്ചി നിങ്ങളെ മാത്രം ഓർത്ത് ജീവിക്കുന്നവളാണ്. എൻ്റെ കുഞ്ഞേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടെങ്കിൽ അത് ആരുടെ കുഞ്ഞാണെന്ന് നല്ലൊരു ഭർത്താവാണെങ്കിൽ വിഷ്ണുവേട്ടൻ അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുഞ്ഞേച്ചി ഒരു തെറ്റുകാരനല്ല. അപ്പോൾ അത് കേൾക്കുന്ന പൊന്നി പറയാണ്, പിള്ള പറയാണ്, മോനെ വിഷ്ണു മോനെ, നിനക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല, ഞങ്ങളെക്കാൾ കൂടുതൽ ഷാനിയെ മനസ്സിലാക്കേണ്ടവൻ നീയാണ്. ഷാനിക്ക് അങ്ങനെ ഒരു കുഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്തോ പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ പണ്ട് പ്രീതിയുടെ കാര്യം നീ ഓർക്കുന്നോ, അതുപോലെ എന്തോ ഒരു രഹസ്യം അവളെ ഭീതിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ്. അത് കേൾക്കുന്ന വിഷ്ണു, തീർച്ചയായും അതെനിക്കറിയാം പിള്ളച്ചേട്ടാ, എനിക്കറിയാം. പക്ഷേ ഞാനത് അവിടെ മൗനം പാലിക്കുന്നത് അവളിൽ നിന്ന് തന്നെ എനിക്ക് ആ സത്യം അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്രൂരനായി പോകുന്നത്. ഇതേ സമയം ശ്യാമ എന്തിനാണ് വിഷ്ണുവേട്ട കല്യാണം കഴിച്ചു, വിഷ്ണുവേട്ടന് ഇഷ്ടമുള്ളത് വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുക. പക്ഷെ എൻ്റെ കുഞ്ഞേച്ചി തളർന്നു വീണപ്പോൾ ഒരു ആദ്യ ഭാര്യ എന്ന നിലയ്ക്ക് ഓടിച്ചെന്ന് ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും കുഞ്ഞേച്ചിയെ ചെയ്യായിരുന്നില്ലേ? വഴിയിൽ ഒരാൾ തളർന്നു കിടക്കുകയാണെങ്കിൽ വിഷ്ണുവേട്ടൻ കൊണ്ടുപോയില്ലേ? ഇതൊക്കെ ചെയ്യതൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ താൻ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. എന്തിനാ എൻ്റെ കുഞ്ഞേച്ചി ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, എൻ്റെ കുഞ്ഞേച്ചി ഇന്ന് മരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എടോ അങ്ങനെയല്ലടോ, ഞാൻ ഇവിടെ നിൻ്റെ കുഞ്ഞേച്ചിയെ ചതിച്ചിട്ടില്ല എന്നങ്ങ് പറയാൻ ഒരുങ്ങണിട്ടാ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇനി ശ്യാമയും ഓരോന്ന് പറയാനങ്ങ് ഒരുങ്ങുകയാണ്. അങ്ങനെ സത്യങ്ങൾ ഏകദേശം കുറേശ്ശെയായി പുറത്തോട്ട് ചാടുന്ന ആ കിടക്കൻ സീനുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.